വദ്, സുവാഇ, യഊസ്, യഊഖ്, നസ്ർ എന്നിവയൊക്കെ നല്ല മനുഷ്യന്മാർ, സദ്വൃത്തരായ മനുഷ്യന്മാർ. ഫലമ്മ ഹലക്കു, ഈ നല്ല മനുഷ്യന്മാർ മരിച്ചപ്പോൾ ഔഹശ്ശൈത്വാനു ഇലാ ഖൗമിഹിം, പിശാച് അവരുടെ ജനങ്ങളിലേക്ക് ദുർബോധനം ചെയ്തു. അൻസിബൂ ഇലാ മജാലിസിഹിമുല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസ്വാബ, അന്നത്തെ ജനങ്ങൾക്ക് ഈ നല്ല മനുഷ്യന്മാരും സദ്വൃത്തരും സജ്ജനങ്ങളും വേർപെട്ടു പോയപ്പോൾ അതീവ ദുഃഖം. ഇത്തരം നല്ല ആളുകളെ ഇനി നമുക്ക് ലഭ്യമല്ലല്ലോ, ഇങ്ങനെയുള്ള ആളുകളെ ഇനി നമുക്ക് കിട്ടുകയില്ലല്ലോ എന്ന നിരാശ ബാധിച്ച് അവർ പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടി പ്രയാസപ്പെടുകയും അവർ മരണപ്പെട്ട് കുഴിച്ചു മൂടപ്പെട്ട ഖബറിന്റെ അടുത്ത് വരെ പോയിരുന്നിട്ട് ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ, ഇത് പറയുമ്പോൾ ബിദ്അത്തുകാര് ഖബറിന്റെ അടുത്ത് പോയി പൂജ നടത്തിയെന്നാ പറയാ. ഇങ്ങനെ ഒരു പരാമർശവുമില്ല. അത് അങ്ങനത്തെ ഒരു ശിർക്കും നൂഹ് നബിയുടെ ജനതയിൽ വന്നിട്ടുമില്ല. ഖബർ പൂജ എന്ന ശിർക്കാണ് തൗഹീദിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ബിദ്അത്തുകാരുടെ ഇന്നത്തെ മാസ്റ്റർ പീസ്. ഖബർ പൂജ, സ്വന്തം കെട്ടിയുണ്ടാക്കുന്ന പേര്. ഇങ്ങനെ ഒരു പൂജ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത്തിന്റെ കാലത്തുണ്ടായിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഭാഷ അടർത്തിയെടുത്തുകൊണ്ട് ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഖബർ പൂജ. വാസ്തവത്തിൽ ഇബ്നു അബ്ബാസ് എന്നവർ ഉദ്ധരിക്കുന്നു, ഇവർ ഖബറിങ്കലിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ നല്ല മനുഷ്യന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് വിലപിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ടോ എന്ന അർത്ഥത്തിൽ ഗുണകാംക്ഷിയായി രൂപാന്തരപ്പെട്ട പിശാച് അവരോട് ചില ദുർബോധനങ്ങൾ നൽകി. എന്താ ദുർബോധനം നടത്തിയത്? നിങ്ങൾ ഈ മരണപ്പെട്ടു പോയവരുടെ കാര്യത്തിൽ വലിയ വേദനയുള്ളവരാണെങ്കിൽ, അവരെ കണ്ടുകൊണ്ടേയിരിക്കണം നിങ്ങൾക്കെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരാം. അവരെപ്പോലെയുള്ള പ്രതിമകൾ ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തരാം. ഇതിന്റെ വിശദമായ വിവരം ഇബ്നു അബി ഹാത്തം നിവേദനം ചെയ്തത് അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. സുവാഇന്റെ പേരിലുള്ള ശില്പത്തിന് സുവാ, യഗൂസ് എന്ന മനുഷ്യന്റെ പേരിലുള്ള പ്രതിമയ്ക്ക് യഗൂസ്, ഇങ്ങനെ പ്രതിമകൾക്ക് അവരുടെ പേരുകൾ തന്നെ വിളിക്കുക. ഫഫഅലു, അങ്ങനെ അവർ ചെയ്തു. ഇതാരാ ഉണ്ടാക്കിക്കൊടുത്തത്? പിശാച് തന്നെയാണ് ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് മുഹമ്മദുൽ ബാഖിർ എന്നവരെ തൊട്ട് ഇബ്നു അബി ഹാത്തം നിവേദനം ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ കാണാം. അപ്പൊ പിശാചു തന്നെ ഈ മരണപ്പെട്ട ആളുകളുടെ പ്രതിമ, അന്നത്തെ കാലത്ത് വലിയ കലാകാരന്മാരൊന്നുമില്ലല്ലോ, മരണപ്പെട്ട ആളുകളെ അതേ രൂപത്തിലുള്ള പ്രതിമയുണ്ടാക്കുന്ന വേല പിശാച് തന്നെ നൽകിയിട്ട് ആ പിശാച് ഉണ്ടാക്കിക്കൊടുത്ത വസ്തുക്കളെയും പ്രതിമകളെയും ഇവരുടെ ഇരിപ്പിടങ്ങളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുവാനും അവർക്ക് അവരുടെ പേരുകൾ തന്നെ നൽകുവാനും കൽപ്പിക്കുന്നു. ഫഫഅലു, അവരങ്ങനെ ചെയ്തു. വലം തുഅബദ്, പക്ഷേ ഈ ശില്പങ്ങൾക്കും പ്രതിമകൾക്കും പൂജിക്കപ്പെട്ടിരുന്നില്ല അന്ന്, അവ ഇലാഹായിരുന്നില്ല അന്ന്, കേവലം പ്രതിമകൾ മാത്രമായിരുന്നു. ഹത്താ ഇദാ ഹലക ഉലൈക, ഓർമ്മക്കും സ്മരണക്കും വേണ്ടി പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നതാണ് പിശാച് അവർക്ക് ആദ്യം നൽകിയ ദുർബോധനം. ഈ ദുർബോധനം വാസ്തവത്തിൽ ഇരകൊടുക്കലായിരുന്നു. പെട്ടെന്ന് അവരെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഇരകൊടുക്കൽ, സൂത്രപ്രയോഗം, കുതന്ത്രപ്രയോഗം. ഈ കുതന്ത്രത്തിൽ വീണു ഈ സാധുക്കൾ. അങ്ങനെ സ്മരണയോടുകൂടെ ഓർത്തുകൊണ്ട് സദ്വൃത്തരായ നല്ല മനുഷ്യന്മാരെ സ്മരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവർ കഴിഞ്ഞു വന്നു. ആ കഴിഞ്ഞ തലമുറ മരണപ്പെട്ടപ്പോൾ ഹത്താ ഇദാ ഹലക ഉലൈക, ഇത് സ്മരണയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട പ്രതിമകളാകുന്നു എന്നോർത്തുകൊണ്ടിരുന്ന ആളുകൾ, നമ്മളെ കാലത്തും ഇതിനെ ചിന്തിച്ചാൽ പറ്റും. തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ ധാരാളം പ്രതിമകൾ കാണാലോ. ഇപ്പൊ തമിഴ്നാട് പോകണ്ട, നമ്മുടെ കേരളം ഒരു തമിഴ്നാടായി മാറിയിട്ടുണ്ട്. നമ്മിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പ്രതിമകൾ സ്ഥാപിക്കുന്നു നമ്മുടെ നാട്ടിലും ധാരാളമായി. ഈ പ്രതിമകളൊന്നും പൂജക്കല്ല, ഓർമ്മക്കാണ്. ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഈ പ്രതിമകൾ, ശില്പങ്ങൾ ഓർമ്മ എന്നതിൽ നിന്ന് വിട്ട് പൂജയിലേക്ക് മറിയുകയാണ്. പൂജയിലേക്ക് മറിയുമ്പോഴാണ് ശിർക്ക് വരുന്നത്. ഇത് ഇബ്നു അബ്ബാസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭാഗം വിസ്തരിച്ചു പറയാൻ പുത്തൻവാദികൾ കൂട്ടാക്കൂല. ഖബറിങ്ങ പോയി പൂജിച്ചു എന്നാ പറയാ. അഖഫു അലാ ഖുബൂരിഹിം എന്ന് പറയുന്നത് ഓർമ്മക്കാണ്, സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട് ഖബറിങ്ങിൽ പോയി കരഞ്ഞുകൊണ്ടിരുന്നതായ ആളുകളെ ഖബറിൽ നിന്ന് വലിച്ചു കൊണ്ടുവരികയും ഖബറിങ്കിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യുന്ന സൂത്രമാണ് നമ്മൾ വഹാബികൾ ചെയ്യുന്ന സൂത്രം. ഖബറിന്റെ അടുത്ത് പോകണ്ടെന്ന് ഖബറിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്ന സൂത്രമാണ് വഹാബികൾ ചെയ്യുന്നത്. ഈ സൂത്രമാണ് പിശാച് ഉപയോഗപ്പെടുത്തിയത്. ആ ഖബറിങ്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട്
അവർ ജീവിതകാലത്തിരുന്നിടുന്ന ഇരിപ്പിടങ്ങളിൽ പ്രതിമകളും ശില്പങ്ങളും സ്ഥാപിച്ചിട്ട് ആ ശില്പങ്ങളെ നോക്കിക്കൊണ്ട് ഓർമ്മയോടുകൂടെ അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞോളൂ. ഒരു തലമുറ അങ്ങനെ കഴിഞ്ഞു, സങ്കടമുള്ള തലമുറ. ഈ സങ്കടമുള്ള തലമുറ കഴിഞ്ഞെന്ന് മാത്രമല്ല, വനുസിഖൽ ഇൽമു, ഇതിനെക്കുറിച്ചുള്ള വിവരം പോലും ഇല്ലാതായി. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയും ഈ പ്രതിമകളെക്കുറിച്ചുള്ള വിവരവും ഇല്ലാതായി. എന്തിനാണ് ഈ പ്രതിമ, ആരാണിത് എന്ന വിവരങ്ങളൊക്കെ ഇല്ലാതായ ഒരു തലമുറ വന്നപ്പോൾ അപ്പോഴാണ് ഈ പ്രതിമകൾക്കും ശില്പങ്ങൾക്കും ഇബാദത്തുണ്ടായത്. അതും പിശാചിന്റെ ദുർബോധനമാണെന്ന് ഇബ്നു അബി ഹാത്തമിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി മുഹമ്മദുൽ ബാഖർ എന്നവർ വിവരിക്കുന്നു. വളരെ വ്യക്തമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പിശാച് വന്ന് പറഞ്ഞു, മുൻഗാമികൾക്ക് എന്തായിരുന്നു ഇവിടെ പണിയെന്നറിയോ? ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുകയും ഈ ബിംബങ്ങൾ ഇലാഹായി പൂജിക്കുകയുമായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ മുൻഗാമികളുടെയും പിതാക്കന്മാരുടെയും ദൈവങ്ങളാകുന്നു എന്ന് പുതിയ തലമുറയെ പറഞ്ഞു ധരിപ്പിച്ചിട്ട് പിഴപ്പിച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇലാഹുകളെന്ന് ഇവരെ വിളിക്കാനും ഇലാഹുകളായി വിശ്വസിക്കാനും ഇലാഹുകൾക്കായി പ്രത്യേക പൂജകൾ എങ്ങനെ ചെയ്യണമെന്ന് നിർണയിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാനും പിശാച് അവസരം നോക്കുകയും അങ്ങനെ പിശാച് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചുകൊണ്ട് ഇബാദത്തെടുപ്പിക്കുകയും ചെയ്തു. പാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടരുന്നു, വസ്വാറത്ത് ഹാദിഹിൽ ഔസാനുല്ലതി കാനത്ത് ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായിരുന്ന ഇതേ വിഗ്രഹങ്ങൾ, ഇതേ ഇലാഹുകളെന്ന വിശ്വാസത്തോടുകൂടെ നൂഹ് നബിയുടെ തലമുറയുടെ പിൻതലമുറക്കാർ ശിർക്കുമായി വിശ്വാസത്തോടുകൂടെ പൂജിച്ചതുപോലെ ഇതേ വിഗ്രഹങ്ങൾ അറബികളിലേക്കും കടന്നു വന്നു. അങ്ങനെ അറബികളിലും ഈ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് വളരെ വിശദമായി ഇബ്നു കസീറിന്റെ റിപ്പോർട്ടിൽ, ഇബ്നു അബി ഹത്തം നിവേദനം ചെയ്ത റിപ്പോർട്ടിൽ കാണാം. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ടാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പൊ ഇബ്നു അബ്ബാസിനെ പോലുള്ള മഹാന്മാർ പറയുന്നത്, സ്വാലിഹീങ്ങളായ സദ്ഗുരുത്തരായ ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആദ്യം അവരുടെ പ്രതിമകളും ശില്പങ്ങളും ഉണ്ടാക്കിച്ചിട്ട് അത് മനുഷ്യരായിരുന്നു എന്ന ഓർമ്മ തന്നെ ഇല്ലാതാക്കുകയും സദ്ഗുരുത്തരായിരുന്നു എന്ന സ്മരണ തന്നെ ഇല്ലാതാക്കുകയും ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളാണ് പ്രതിമകളാണ് എന്ന അറിവ് തന്നെ ഇല്ലാതാക്കുകയും ചെയ്തിട്ട് ഇലാഹുകളാകുന്നു, ദൈവങ്ങളാകുന്നു, ഈ ഇലാഹുകൾക്ക് പൂജിക്കുകയായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾക്ക് ജോലി എന്ന് വികൃതമായി തെറ്റായി ധരിപ്പിച്ചിട്ടാണ് ശിർക്കിന്റെ ചിന്തയും വിശ്വാസവും പിൻതലമുറയിലുണ്ടായതെന്നും ഇതേ വിഗ്രഹങ്ങളാണ് അറബികളിലേക്ക് കടന്നു വന്നതെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇത്തരം ഇലാഹുകൾ അള്ളാഹുവിനെ മറന്ന് സ്ഥാപിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നതിൽ പിന്നെ തൗഹീദിന്റെ വാക്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ച വാക്യം വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. സൂറത്തുൽ അംബിയ. നാം തങ്ങൾക്ക് മുൻപ് ഒരു ദൂതനെയും ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിലേക്കെല്ലാം നാം ബോധനം നൽകിയിട്ടല്ലാതെ അറിയിച്ചിട്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല, ഫഅ്ബുദൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണം ഇബാദത്ത് ചെയ്യാൻ, ഞാനാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ള ഇലാഹ്, ബാക്കിയൊന്നും ഇലാഹല്ല എന്നു പഠിപ്പിക്കാതെ ആശയം നൽകാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. വലഖദ് അർസൽനാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. സൂറത്തുൻ നഹൽ. എല്ലാ സമുദായത്തിലും മാനവ തലമുറകളിലും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. ആ റസൂലിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്ന തത്വം തന്നെ അൻ ഇഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ മാത്രം മഅബൂദായി അംഗീകരിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, വജ്തനിബുത് ത്വാഗൂത, മറ്റ് ഇലാഹുകളുടെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളെയൊക്കെ വെടിയുക. ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും കഅബ പോലെ ഉണ്ടാക്കുന്ന ഭവനങ്ങളോ മരത്തിന്മേലോ കല്ലുകൊണ്ടോ കൊത്തിയുണ്ടാക്കിയിട്ട് ഒരു ഭവനമാക്കിയിട്ടുണ്ടാക്കപ്പെട്ടിരുന്ന ക്ഷേത്രങ്ങൾക്കാണ് ത്വാഗൂത്ത് ത്വാഗൂത്ത് എന്ന് പറയുക. ആ ത്വാഗൂത്തുകളെ നിങ്ങൾ ഒഴിയുക, ത്വാഗൂത്തുകളും ക്ഷേത്രങ്ങളും വെടിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇലാഹ്, ആ ഇലാഹിനെ മാത്രം ഇലാഹായി അംഗീകരിച്ച് വണങ്ങുക. ഇതാണ് എല്ലാ മുർസലീങ്ങൾക്കും നൽകിയ തൗഹീദ്.
ഇത്രയൊന്നും നമുക്കാർക്കും പറയേണ്ടതില്ല, നമുക്കൊക്കെ തൗഹീദ് അറിയാം. പക്ഷെ തൗഹീദ് ഏതു മുതലുള്ള ആശയമാണ്, ശിർക്ക് എന്ന് മുതൽ വന്നു, ആ ശിർക്ക് വന്ന രീതി എങ്ങനെ എന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉദ്ധരിച്ചത്. ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള മനുഷ്യ തലമുറയിലെ 10 തലമുറകളിൽ തൗഹീദ് മാത്രമേയുള്ളൂ, ശിർക്കില്ല. നൂഹ് നബിയുടെ ആദിവേളയിലും ശിർക്കില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ജനതയാണ് നൂഹ് നബിയുടെ ജനത എന്ന് പറയുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചയക്കപ്പെട്ട് ഏതൊരു ജനതയിലേക്കാച്ച ആ ജനത, ആ ജനതയിലാണ് ശിർക്കിന്റെ ആരംഭം. ശിർക്കിന്റെ ആരംഭം എങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ കാലത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന സദ്വൃത്തരായ ആളുകളെക്കുറിച്ചുള്ള ഓർമ്മയും പ്രയാസവും അവരെ നൊമ്പരപ്പെടുത്തിയപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആദ്യം ശില്പങ്ങളും പ്രതിമകളും സ്ഥാപിച്ചിട്ട് ആ ഓർമ്മയോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ പിശാച് ദുർബോധനം ചെയ്ത് പിഴപ്പിച്ചു. അന്നത്തെ ജനങ്ങൾ ആ പിഴവിൽ മാത്രം അകപ്പെട്ടു. പ്രതിമയുണ്ടാക്കുന്ന അബദ്ധം, ആ പ്രതിമകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഓർമ്മയോടുകൂടെ ഇബാദത്ത് ചെയ്യുന്ന അബദ്ധം, ഈ തെറ്റിലും കുറ്റത്തിലും പെട്ടെങ്കിലും ശിർക്കില്ല. ആ തലമുറ മരണപ്പെട്ട ശേഷം വനുസിഖൽ ഇൽമു, ഇങ്ങനെയാണ് ഈ പ്രതിഷ്ഠകളെ ഉണ്ടാക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച വിവരം തന്നെ മനുഷ്യരിൽ നിന്ന് മറിക്കപ്പെടുകയും മായ്ക്കപ്പെടുകയും ചെയ്ത ശേഷം, തേഞ്ഞുമാഞ്ഞുപോയ ശേഷം പിന്നീടാണ് ഇവകളാണ് ഇലാഹുകളൊന്നും നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ ഇരിപ്പിടങ്ങളിലും ഈ ഓഡിറ്റോറിയങ്ങളിലുമൊക്കെ ചെയ്തിരുന്നത് ഈ ഇലാഹുകൾക്ക് വേണ്ടി സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണിവ, ഇവയ്ക്ക് വേണ്ടിയുള്ള പൂജയാണ് മുൻഗാമികൾ നടത്തിയിരുന്നത് എന്ന് പിൻതലമുറയെ തെറ്റായി ധരിപ്പിച്ചിട്ട് അവരിൽ ശിർക്കുണ്ടാക്കി. അവിടെ മുതൽ ആ ശിർക്ക്. ഖബറുമേൽ ഇരുന്നു അറിഞ്ഞോടുത്ത് വായിച്ചിട്ട് അവിടെ നിൽക്കും. സജ്ജനങ്ങളായിരുന്നു, സജ്ജനങ്ങളുടെ ഖബറിങ്ങ് പോയി കുത്തിരുന്നു. ഇപ്പൊ ഖബർ പൂജ കണ്ടോ നൂഹ് നബിയുടെ ജനതയിൽ നിന്ന്? നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഖബർ പൂജ എന്ന ഒരു പൂജയ്ക്ക് ഇവിടെ പ്രസക്തിയേയില്ല. ഖബർ പൂജ എന്നൊരു പൂജ നൂഹ് നബിയുടെ ജനതയിൽ വന്നിട്ടുമില്ല. നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്ന വദ്, സുവാഇ, യഊസ്, യഊഖ് എന്ന വിഗ്രഹങ്ങൾ അത് ഔസാനുകളാകുന്നു, അസ്നാമുകളാകുന്നു എന്ന പേരിലും തർക്കമില്ല. പക്ഷെ ഈ അസ്നാമുകൾ ആരുടെ പേരാണ്? ഇതാണ് ഇബ്നു അബ്ബാസ് വ്യക്തമാക്കുന്നത്. സദ്വൃത്തരായ നല്ല മനുഷ്യന്മാരുടെ പേരുകളായിരുന്നു. ഈ പേരുകൾ ഉണ്ടാക്കിയിട്ട് പേരുകളിട്ടത് പ്രതിമകൾക്കിട്ടു പേര്. ഈ പ്രതിമകൾ ഓർമ്മക്കുണ്ടാക്കപ്പെട്ടിരുന്ന പ്രതിമകൾ പിന്നീട് പൂജക്കായി ഇലാഹായി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇലാഹുകളെന്ന വ്യാജേന പൂജിക്കപ്പെടാൻ വേണ്ടി പൂജകൾ നിർണയിച്ചു കൊടുത്തുകൊണ്ട്, കർമ്മങ്ങൾ നിർണയിച്ചു കൊടുത്തുകൊണ്ട് പിശാച് വഴിതെച്ചിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഗ്രഹങ്ങൾക്കുള്ള പൂജയായാണ് ശിർക്ക് കടന്നു വന്നത്. ഇതേ വിഗ്രഹങ്ങൾ തന്നെയാണ് അറബികളിൽ നിലനിന്നിരുന്നതും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വ്യക്തമായി പറയുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ തന്നെ ഇതുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ഉണ്ടാക്കിയ ഈ പ്രതിമകളും വിഗ്രഹങ്ങളുമാകുന്ന ഇലാഹുകളൊന്നും ഇലാഹല്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ്. ഇബാദത്ത് ചെയ്യപ്പെടാനും പൂജിക്കപ്പെടാനും ഒരേ ഒരു ധാത്തു മാത്രമേ ഉള്ളൂ, അത് നിങ്ങളെ പടച്ച അല്ലാഹു. ആ അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന ആശയമാണ് തൗഹീദിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. അല്ലാഹു മാത്രമാണ് ഇലാഹു ഉള്ളൂ, വേറെ ഇലാഹുകൾ ഇല്ല. രണ്ടാണല്ലോ ഇവിടെ ആശയം. അല്ലാഹു ഇലാഹാണ്, അല്ലാഹു ഇലാഹാണ്, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന വാക്യവുമായാണ് തൗഹീദിന്റെ വചനം ഉദ്ധരിക്കപ്പെടുന്നത്. ഇങ്ങനെയല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ലെന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ ഏതു ജനങ്ങളിലേക്ക് അല്ലാഹു തആല തൗഹീദിന്റെ വചനമാക്കി നിർണയിച്ചു കൊടുത്തിട്ടുള്ളതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ മാത്രമല്ല എന്റെ മുൻപ് കഴിഞ്ഞുപോയ നബിമാര് മുഴുവനും പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ അടിസ്ഥാനപരമായി തന്നെ ഏറ്റവും പുണ്യമുള്ളതും മറ്റേത് പുണ്യങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളതും ഏത് പുണ്യങ്ങൾ സ്വീകരിക്കണമെങ്കിലും ആവശ്യമായിട്ടുള്ളതും തൗഹീദാണ്. ആ തൗഹീദിന്റെ വചനമാണ് ഏറ്റവും മുന്തിയ വാക്യം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എല്ലാ കാലത്തെയും തൗഹീദിന്റെ വാക്യം. തൗഹീദിന്റെ വാക്യത്തിൽ ഊന്നൽ നൽകുന്നത് മറ്റ് ഇലാഹുകളൊന്നും ഇലാഹുകളല്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ്. നിഷേധത്തിനാണ് ഊന്നൽ. സ്ഥാപിക്കുന്നതിനേക്കാൾ ഊന്നൽ നൽകുന്നത് നിഷേധത്തിനാണ്. നിങ്ങളീ കണ്ടു കാണപ്പെട്ട ദൈവങ്ങളായി പൂജിക്കപ്പെടുന്ന ഇലാഹുകളൊന്നും ഇലാഹുകളല്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ്.
അല്ലാഹുവല്ലാതെ ഇലാഹില്ല. നിഷേധത്തിന് ഊന്നൽ നൽകിയതുകൊണ്ടാണ് ആ നിഷേധത്തെ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ തൗഹീദിനെ പ്രത്യേകം നിർവചിച്ചത്. നഫ്യു തശ്ബീഹി വത്തഅ്തീൽ, അല്ലാഹുവിനുള്ള എന്തെങ്കിലും ഗുണങ്ങളോ അല്ലാഹുവിന്റെ പ്രത്യേകതകളോ മറ്റുള്ളവർക്ക് സ്ഥാപിക്കുന്നതും അല്ലാഹുവിന്റെ സിഫത്തുകൾ വേറെയുള്ളവർക്ക് സ്ഥാപിക്കുന്നതും അല്ലാഹുവിനെ പോലെ മറ്റേതെങ്കിലും ധാത്തുക്കളെ വിശ്വസിക്കുന്നതും അല്ലാഹുവിനിക്കുള്ള സിഫത്തുകളെല്ലാം അല്ലാഹുവിനിക്ക് വിശ്വസിക്കേണ്ടതുമാണ്. ഇതിന് രണ്ടിനെയും നിഷേധിക്കുക, അതായത് തഅ്തീൽ, അല്ലാഹുവിനിക്ക് സിഫത്തില്ല എന്ന വിശ്വാസം, സിഫത്തുകളിൽ നിന്ന് മുക്തമായി അല്ലാഹു എന്ന ധാത്ത് മാത്രമേയുള്ളൂ, അല്ലാഹുവിന് ഗുണങ്ങളേതുമില്ല അല്ലെങ്കിൽ ചില ഗുണങ്ങളില്ല എന്ന നിലയിൽ അല്ലാഹുവിനെ ഗുണങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന മുടക്കാക്കുന്ന തഅ്തീൽ എന്നതും അല്ലാഹു മറ്റുള്ളവരെ പോലെ കുഞ്ഞുങ്ങളുള്ള മക്കളുള്ള ആവശ്യമുള്ള നമ്മിലേക്ക് വരുന്ന ഇറങ്ങുന്ന എന്നൊക്കെ രീതിയിലുള്ള തശ്ബീഹ്, ഈ രണ്ടും ഇല്ലാത്ത വിശ്വാസമാണ് തൗഹീദ് എന്ന് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് തൗഹീദിനെ നിർവചിക്കുമ്പോൾ നഫിയു തശ്ബീഹി വത്തഅ്തീൽ എന്ന് നഫിക്ക് പ്രാധാന്യം നൽകാൻ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിന്റെ വചനം എന്നതുകൊണ്ടാണ്. ഇത് ഒന്നുകൂടി ഊന്നി പറഞ്ഞാൽ തൗഹീദ് ഇഅ്തിഖാദുൽ വഹ്ദത്തി ലില്ലാഹ് വൽ ഇഖ്റാറു ബിഹാ, അല്ലാഹുവിനിക്ക് ഏകത്വം അംഗീകരിക്കുക, അല്ലാഹുവിനിക്ക് ഏകത്വം വിശ്വസിക്കുക, അത് അംഗീകരിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ ഏകത്വം എങ്ങനെ വരണം? ഇത് വ്യക്തമാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം പൂർണ്ണമായി പറയുന്ന വാചകമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ്. വഹ്ദഹു, അവൻ അവന്റെ ദാത്തിൽ ഏകനാണ്. ലാ ശരീക ലഹ്, അവന്റെ ഗുണങ്ങളിലോ പ്രവൃത്തികളിലോ അവന് തുല്യന്മാരോ കൂട്ടുകാരോ സദൃശന്മാരോ ഇല്ല. അപ്പൊ അല്ലാഹുവിന്റെ തിരുദാത്തിലോ അവന്റെ ഗുണങ്ങളിലോ അവന്റെ പ്രവൃത്തികളിലോ യാതൊരു ഷെയറുകാരെയും കൂട്ടുകാരെയും പങ്കുകാരെയും സ്ഥാപിക്കാതെ വിശ്വസിക്കാതെ അല്ലാഹുവിനെ ഏകമായി, അല്ലാഹുവിന്റെ ദാത്ത് ഏകനായി, അല്ലാഹുവിന്റെ സിഫത്തുകൾ ഏകമായി, അല്ലാഹുവിന്റെ പ്രവൃത്തികളൊക്കെ ഏകമായി അംഗീകരിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെതിരെ ശരീക്കുകളും ഇലാഹുകളിലും വിശ്വസിച്ചിരുന്നു എന്നതാണ് നിലവിലിരുന്ന ശിർക്ക്. അറേബ്യയിലും ഇത്തരം ഇലാഹുകളെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അറേബ്യയുടെ ഗോത്രക്കാരുടെ കണക്ക് വെച്ചുകൊണ്ട് ഈ ഇലാഹുകൾ ആർക്കൊക്കെയായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ, ഇതേ വദ് എന്ന ഇലാഹായിരുന്നു ലി ബനീ കൽബ്, ബനൂ കൽബ് ഗോത്രക്കാർക്കുണ്ടായിരുന്നത്. അറേബ്യയിലെ ബനൂ കൽബ് ഗോത്രക്കാരായിരുന്നു വദ് എന്ന ഇലാഹിന്റെ വിശ്വാസികൾ. ബി ദൂമത്തിൽ ജന്തൽ, ദൂമത്തിൽ ജന്തൽ എന്ന സ്ഥലത്തായിരുന്നു ഈ വദ് എന്ന പ്രതിഷ്ഠ വിഗ്രഹം. സുവാ ബനൂ ഹുദൈൽ ഗോത്രക്കാരുടെ ദൈവമാണ്. ബി റഹാത്ത്, റഹാത്ത് എന്നറിയുന്ന സ്ഥലത്തെ പ്രതിഷ്ഠയും വിഗ്രഹവുമാണിത്. യഗൂസ് ലി ബനി അന്നം, ബനി അന്നം എന്ന അറബ് ഗോത്രത്തിനുള്ളതാണ് യഗൂസ്. ബി ജർബഷ്, ജർബഷ് എന്ന സ്ഥലത്താണ് ഈ ദൈവത്തെ പ്രതിഷ്ഠിച്ചിരുന്നത്. യഊഖ് ലി ബനി ഹൈവാൻ, ബനു ഹൈവാൻ ഗോത്രക്കാർക്കുള്ള ദൈവമാണ് യഊഖ്. ബി ഹമദാൻ മിനൽ യമൻ, യമനിലുള്ള ഹംദാൻ എന്ന സ്ഥലത്തായിരുന്നു ഈ ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. നസ്ർ എന്ന ദൈവം ദിൽഖിലായ്, ദിൽഖിലായ് എന്ന ഗോത്രക്കാർക്കുള്ളതാണ്. ബി അർളി ഹിമ്യർ, യമനിലെ ഹിമ്യറിലായിരുന്നു ഈ ദൈവമുള്ളത്. അമ്മനസ് ലി ഹവലാൻ, ഹവലാൻ ഗോത്രക്കാരുടെ ദൈവമാണ് അമ്മനസ്. ബി അർളിഹിം, ഹവലാൻ ഗോത്രക്കാർ താമസിക്കുന്ന സ്ഥലത്ത്. സഅദ് ബനി മൽഖാൻ ഗോത്രക്കാരുടെ ദൈവമാണ്. ബി ഫലാത്തിൻ മിൻ അർളിഹിം, അവർ താമസിക്കുന്ന ഒരു മരുഭൂമിയിലായിരുന്നു ഈ ദൈവം. അസാഫ് വനായില, അസാഫ് നായിലത്ത് എന്ന രണ്ട് ദൈവങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു. ലി ഖുറൈശ്, അതാണ് ഖുറൈശികൾക്കുണ്ടായിരുന്നത്. അലാ മൗദിഇ സംസം, ഇന്നത്തെ സംസം നിലകൊള്ളുന്ന സ്ഥാനത്തായിരുന്നു അത്. സംസം നിലകൊള്ളുന്ന സ്ഥാപത്ത് പിന്നീട് സ്വഫയുടെ ആ തലക്കലും ഈ തലക്കലും കൊണ്ടുവന്നിട്ട് പൂജിച്ചിരുന്ന പ്രതിഷ്ഠകളാണ് അസാഫ് നായില. ഇങ്ങനെ ഒരുപാട് ദൈവങ്ങൾ. ഈ ദൈവങ്ങൾക്കൊപ്പം ത്വവാഗീത്തും, ത്വവാഗീത്ത് ഞാൻ പറഞ്ഞതുപോലെ ത്വവാഗീത്ത് ക്ഷേത്രങ്ങൾ, പല പ്രതിഷ്ഠകൾ വെച്ചിട്ടോ ഏതെങ്കിലും ചില മരങ്ങൾ വെച്ചിട്ടോ അവർ ക്ഷേത്രമാക്കും.
ഈ ക്ഷേത്രമാണ് ത്വാഗൂത്തുകൾ. അതാണ് ലാത്ത, ഉസ്സ എന്നൊക്കെ പറയുന്നത്. ലാത്ത്, ഉസ്സ, മനാത്ത്, ദുൽഖലസ, ഖൽസ് തുടങ്ങി ഒരുപാട് ക്ഷേത്രങ്ങൾ. ലാത്ത എന്ന് പറഞ്ഞ ക്ഷേത്രം സഖീഫ്, സഖീഫ് ഗോത്രക്കാരുടെ ക്ഷേത്രമാണ്. ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭാഷയിൽ ത്വാഗൂത്ത് എന്ന് പറയുന്നത് ത്വാഗൂത്തിന്റെ വിധി ആർക്ക് എന്നുള്ളതല്ല വിഷയം. പിശാചിനും പൈശാചികമായ ചിന്തകൾക്കൊക്കെ ത്വാഗൂത്ത് എന്ന് പറയാം. പക്ഷെ ത്വവാഗീത്ത് എന്ന പേരിൽ അന്ന് അറിയപ്പെടുന്നത് വജ്തനിബു ത്വാഗൂത്ത എന്ന് പറയുമ്പോൾ ത്വാഗൂത്ത് എന്ന ശബ്ദത്തിൽ ഉൾക്കൊള്ളുന്ന ത്വാഗൂത്ത് അന്നത്തെ ക്ഷേത്ര ദൈവങ്ങളാണ്, ക്ഷേത്ര ദൈവങ്ങൾ. ഈ ക്ഷേത്ര ദൈവമാണ് ലാത്ത. ലാത്ത എന്നറിയുന്നത് സഖീഫ് ഗോത്രക്കാർ ത്വായിഫിൽ കഅബ പോലെ ഉണ്ടാക്കിയിരുന്ന ഒരു ക്ഷേത്രമാണ്. മക്കയിൽ കഅബ പോലെ അവരുണ്ടാക്കിയിരുന്ന ഒരു ക്ഷേത്രം. ഉസ്സ എന്ന് പറയുന്നത് ഖുറൈശി, ബനൂ കിനാന എന്നീ ഗോത്രക്കാർക്ക് നഹ്ലത്ത് എന്ന പ്രദേശത്തുണ്ടാക്കപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. മനാത്ത എന്നത് ഔസ് ഖസറജ് എന്ന മദീനത്തെ അറേബ്യൻ ഗോത്രക്കാർക്ക് ഹുദൈദ് എന്ന കടലോര പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണ്. ദുൽഖലസ എന്നത് ദൗസ്, ഖസ്അം, ബുജൈല ഗോത്രക്കാർക്ക് തിബാല എന്ന മലയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണ്. ഖൽസ് എന്നത് ത്വയ്യ് ഗോത്രക്കാർക്ക് ഒരു മലയിൽ സ്ഥാപിച്ചിരുന്നതാണ്. ഇങ്ങനെയുള്ള വിവിധ ക്ഷേത്രങ്ങൾ അവരുടെ കാലത്ത്, അറബികളുടെ കാലത്തുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ എന്തായിരുന്നു നില? ഒരു ഉദാഹരണം പറയാം. ലാത്ത, മക്ക ഫതഹിന്റെ സമയത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കൊച്ചു സംഘത്തെ അള്ളാഹുവിന്റെ റസൂൽ ലാത്ത എന്ന ക്ഷേത്രം തകർക്കാൻ വേണ്ടി വിട്ടു. മക്ക ഇസ്ലാമിന്റെ രാജ്യമാണ്. ആ രാജ്യത്ത്, ഇസ്ലാമിക രാജ്യത്ത് ഇനി ബഹുദൈവ വിശ്വാസവും ബഹുദൈവ പൂജയും വെച്ചു പുലർത്താൻ പറ്റില്ല എന്ന നിലക്ക് ആ പൂജക്കുള്ള ക്ഷേത്രങ്ങളെ ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചപ്പോ അക്കൂട്ടത്തിൽ ലാത്തയെ തകർക്കാൻ വേണ്ടി വിട്ടു. ലാത്ത എന്നറിയുന്നത് അന്ന് ഏതാനും മരങ്ങളുടെയൊക്കെ മേലെ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു പുരയാണ്. അന്നത്തെ കാലത്തെ പുരയല്ലേ. ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്ന ആ സങ്കല്പം വേണ്ട നമുക്ക് ക്ഷേത്രം എന്നറിയുമ്പോൾ. അന്നത്തെ കാലത്ത് ഒരു വീട്, അന്ന് വീട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ തരത്തിലുള്ളൊരു വീട്. അത്തരം ഒരു വീടിനെ തകർത്തിട്ട് ഞാനതാകെ തകർത്തു എന്ന് പറഞ്ഞു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹൽ റഅയ്ത ശൈഅൻ, ആ ക്ഷേത്രം തകർത്തപ്പോ നീ വല്ലതും കണ്ടോ? ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നീ തകർത്തിട്ടില്ല, ഞാൻ ഏൽപ്പിച്ച പണി ചെയ്തിട്ടില്ല, ഞാൻ ഏൽപ്പിച്ച പണി നീ ചെയ്തിട്ടില്ല, നീ തകർത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് കെട്ടിയുണ്ടാക്കി ആ പുര തകർത്തുന്നു പോന്നിരിക്കുകയാണ്. ആ പുരയുടെ അടിത്തട്ടും ആ പുര പടുത്തുയർത്തപ്പെട്ട മരങ്ങളും തകർക്കണമായിരുന്നു. അപ്പൊ അദ്ദേഹം യാതൊന്നും അവശേഷിപ്പിക്കാതെ എല്ലാം മുച്ചൂടും നശിപ്പിച്ചിട്ട് വന്നു. നശിപ്പിച്ചു വന്ന് നബി തങ്ങൾ ചോദിച്ചപ്പം വല്ലതും കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. എന്തേ കണ്ടതെന്ന് ചോദിച്ചു. ആകെ മുടിയടിച്ചിട്ട് അടിഞ്ഞാടിയിരുന്ന ഒരു പെണ്ണ്, ഈ പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞു. അവർ എന്റെ നേരെ അട്ടഹസിച്ച്, വാ തുറന്ന് അട്ടഹസിച്ച് നിലവിളിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിൽക്കൽ ലാത്ത്, അതാണ് ലാത്താ ദേവി. അപ്പോഴത് തകർത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് ലാത്താ ദേവി. ഇത് ദേവിയാണ്. ലാത്ത, മനാത്ത, ഉസ്സ എന്നൊക്കെ പറയുന്നത് ദേവിയാണ്. ദേവി ദേവി എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത്, അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസാ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റാ അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസാ. ലാത്ത എന്ന് പറയുമ്പോഴേക്ക് വരും, അത് പണ്ട് ഹാജിയമാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് സ്വാലിഹായ മനുഷ്യനേനു, അതിന്റെ ഖബറിന് പൂജിക്കതിന് മുശ്രിക്കീങ്ങൾക്ക് പണിയെന്ന് പറഞ്ഞിട്ട്. വിവരദോഷികൾ, വിവരം കെട്ടവർ, എന്താണ് ചർച്ച എന്നറിയാതെ, എന്താണ് വിഷയമെന്നറിയാതെ അടർത്തിയെടുത്തിട്ട് വിവരക്കേട് അറിവില്ലാതെ പറയുന്നവർ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മൂടി വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ. ലാത്ത ലാത്ത എന്നറിയുന്നതും മനാത്ത എന്നറിയുന്നതും ഉസ്സ എന്നറിയുന്നതും ലാത്ത് എന്നാണോ ഖിറാത്ത് ശബ്ദം? എന്നാൽ ആ ലാത്ത് എന്ന ഖിറാത്താണ് വഹാബികൾ ഓതുന്നെങ്കിൽ ലാത്ത് ദേവിയാണ്, അത് പുരുഷനല്ല. ലാത്ത് ദേവി, ലാത്ത്. അങ്ങനെ നമ്മളെ ഖിറാത്ത്, നമ്മളെ മുസാഹിബ് നോക്കി അതല്ലേ കാണുള്ളൂ. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, താ മുഖഫഫത്താണ്. മുഖഫഫത്തായ തായാണെങ്കിൽ അല്ലാഹ് എന്നതിൽ താ കടത്തപ്പെട്ട, പെൺചിഹ്നം കടത്തപ്പെട്ട വാക്കാണ് ആ വാക്യം. അഫറഅയ്തുമുൽ ലാത്ത്, ലാത്ത് എന്ന ദേവിയെക്കുറിച്ചൊന്ന് പറയൂ. വൽ ഉസ്സ, ഉസ്സ ദേവിയെക്കുറിച്ചും പറയൂ. വമനാത സാലിസത്തൽ ഉഖ്റാ, നിങ്ങളുടെ മൂന്നാമത്തെ ദേവിയുണ്ടല്ലോ
ആ മനാത്തയെക്കുറിച്ചും പറയൂ. അലക്കുമു ദക്കറു വലഹുൽ ഉൻസാ, അവയെക്കുറിച്ചൊക്കെ പറയൂ. അതൊക്കെ ദൈവമാണോ? അതൊക്കെ ഇലാഹാണോ?